കേരള തീരത്ത് വീണ്ടും കപ്പൽ അപകടത്തെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ആശുപത്രികൾക്കും സജ്ജമായിരിക്കാൻ നിർദ്ദേശം. സ്വകാര്യ ആശുപത്രികളിലെ ആംബുലൻസ് ബേപ്പൂരിലെത്തി. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബേപ്പൂരിൽ നിന്ന് 144 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ഇന്ന് രാവിലെ 9:30 കപ്പലിന് തീപിടുത്തമുണ്ടായത്. കോസ്റ്റ് ഗാർഡിന്റെ സചേത്, അർണവേഷ്, സമുദ്രപ്രഹരി, അഭിനവ്, രാജദൂത് എന്നീ കപ്പലുകളാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. അതേസമയം കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകളിൽ എന്താണെന്നുള്ളത് കസ്റ്റംസ് പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥുൻ ഒപ്പം ചേരുന്നു. മിഥുൻ, വലിയ ആശങ്കയാണോ? കൃഷ്ണരാജ്, വലിയൊരു ആശങ്ക തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി അവശേഷിക്കുന്നത്. കാരണം ഈ കണ്ടെയ്നറുകളിൽ അപകടകരമായ പല വസ്തുക്കളും ഉണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇത് ഏതെങ്കിലും വിധേന കടലിൽ പതിക്കുകയാണെങ്കിൽ പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നൊരു വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി തന്നെ തുടരുകയാണ്. ഏതാണ്ട് കോസ്റ്റ് ഗാർഡിന്റെ 4 കപ്പലുകൾ ഈ തീ അണയ്ക്കുന്നതിന്റെ ഭാഗമായി ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആളുകളെയും കൊണ്ട് അല്പസമയത്തിനകം തന്നെ ബോട്ടുകളും ടഗ് ബോട്ടുകളടക്കം ഈ ബേപ്പൂർ തുറമുഖത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെയുള്ള ആശുപത്രികളോട് സജ്ജമായിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയതായും ഇപ്പോൾ ലഭിക്കുന്ന വിവരമുണ്ട്. ഏതായാലും കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന്റെ പരിസരത്ത് ഏതാണ്ട് 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഈ വിവിധ 4 കാറ്റഗറിയിൽ ഉൾപ്പെടെ അപകടകരമായ വിവിധ വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പെട്രോളിയം വസ്തുക്കളും അതുപോലെ പെയിന്റ്, അതുപോലെ തന്നെ തീ പിടിക്കുന്ന മറ്റ് ഖരവസ്തുക്കൾ ഉൾപ്പെടെ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു തീപിടുത്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത്. ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇവരെ എത്ര പേർക്ക് പരിക്ക് പറ്റി, എത്ര പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു, ക്യാപ്റ്റനെ സംബന്ധിച്ച് എന്താണ് വിവരം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതൊരു വ്യക്തത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ഈ തീ അണയ്ക്കാനുള്ള സജ്ജീകരണങ്ങളുമായി തന്നെ അധികൃതർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ തന്നെ നേവിയുടെയും ഒക്കെ തന്നെ സർവ്വ സന്നാഹങ്ങളും ഈ ഒരു തീപിടിച്ച കപ്പലിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ മാത്രം 4 കപ്പലുകൾ ഈ ഒരു പരിസരത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നേവിയും സർവ്വ സജ്ജമായി ഏത് പ്രതിസന്ധിയെ നേരിടാൻ സജ്ജമായി തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവരെ ആദ്യം മംഗലാപുരത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള തരത്തിലൊരു പ്രചരണം ഉണ്ടായിരുന്നു. അതിലൊരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം കോഴിക്കോട്ടെ ആശുപത്രികളോട് കരുതിയിരിക്കണമെന്നൊരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പരിക്കേറ്റ ആളുകളെയും കൊണ്ട് കോഴിക്കോട്ടേക്ക് തന്നെയായിരിക്കും വരിക എന്നൊരു വിവരം കൂടി ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നുണ്ട്. കൃഷ്ണരാജ്, മിഥുൻ, അതായത് ഈ കപ്പലിലെ തീ ഇനിയും അണയ്ക്കാനായിട്ടില്ല എന്നതാണ് പ്രതിസന്ധി വലുതാക്കുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീ പിടിക്കുന്ന ധാരാളം വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് അവർ തന്നെ കൈമാറിയ വിവരങ്ങളിലുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ തീ പലയിടത്തു നിന്നും ഒരു കണ്ടെയ്നറിൽ നിന്ന് മറ്റൊരു കണ്ടെയ്നറിലേക്ക് തീ വ്യാപിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഈ അപകടകരമായ വസ്തുക്കൾ ഇതിലുണ്ട് എന്നൊരു വിവരം അവർ തന്നെ പങ്കുവച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രവ്യങ്ങളുണ്ട്, ഖരപദാർത്ഥങ്ങളുണ്ട്, ചില വിഷപദാർത്ഥങ്ങളൊക്കെ തന്നെ, വിഷാംശം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങളൊക്കെ തന്നെ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുതന്നെയാണ് വലിയൊരു ആശങ്ക. അതായത് തീ പിടിച്ച ഈ കണ്ടെയ്നറുകൾ കടലിൽ വീഴുകയാണെങ്കിൽ പരിസ്ഥിതിക്ക് വലിയൊരു ആഘാതമായിരിക്കും അത് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും വിവരം അറിഞ്ഞ സമയം മുതൽ തന്നെ തീ കെടുത്താനുള്ള ശ്രമവുമായി കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ തന്നെ നേവിയുടെയും സർവ്വ സജ്ജീകരണങ്ങളും ഈ ഒരു പരിസരത്ത് തന്നെയുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു കപ്പലിന് തീ പിടിച്ചു എന്നൊരു വിവരം കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത്. ആ സമയം മുതൽ ഇപ്പോൾ 4 മണിയായിരിക്കുന്നു. ഈ ഒരു സമയം വരെ കൃത്യമായും ഈ തീയണയ്ക്കാനും ഈ പരിക്കേറ്റ ആളുകളെ രക്ഷിക്കാനുമുള്ള ശ്രമങ്ങളുമായി കോസ്റ്റ് ഗാർഡ് മുന്നോട്ട് പോവുകയാണ്. നേവിയും ശക്തമായ പിന്തുണയുമായി അവർക്കൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീയണയ്ക്കാൻ സജ്ജമായ പ്രത്യേകതരം കപ്പലുകളൊക്കെ തന്നെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ പക്കലുണ്ട്. അതും ഈ ഒരു സ്ഥലത്ത് അപകടം നടന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ അവിടെ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതാണ്ട് 4 കപ്പലുകൾ, കോസ്റ്റ് ഗാർഡിൻ്റെ മാത്രം 4
4 കപ്പലുകൾ അവിടെയുണ്ട്. നേവിയുടെയും സർവ്വ സജ്ജീകരണങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുകളെ രക്ഷിക്കുക എന്നതാണ് പ്രാഥമിക പരിഗണന അവർ നൽകിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആദ്യം പരിക്ക് പറ്റിയ ആളുകളെയൊക്കെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളിലേക്ക് മാറ്റി എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളിൽ ഈ പ്രാഥമിക ചികിത്സ നൽകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ വേണ്ട ആളുകളെയൊക്കെ തന്നെ ബേപ്പൂരിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൃഷ്ണരാജ്.